സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടാം വർഷ മാത്തമാറ്റിക്സ് ഒന്നാമത്തെ ചാപ്റ്ററാണ്. രണ്ടാം വർഷ മാത്തമാറ്റിക്സിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ആ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിലേഷൻ നമ്മൾക്ക് ഡൊമൈനും റേഞ്ചും കണക്കാക്കാൻ പഠിച്ചു. ഫങ്ഷൻ എന്ന് പറയുന്നത് മാത്രം നമ്മൾ ഫങ്ഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആ ഫങ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആ ചെറിയ ഫോമുകൾ മാത്രമേ നമ്മൾ ഫങ്ഷൻ്റെ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഈ പ്രാവശ്യം ഫങ്ഷൻ ഒരു സ്വല്പം കൂടെ വാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. റിലേഷനും ഒരിത്തിരി വിപുലീകരിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അന്നേരം ഏവരും ക്ലാസ്സുകൾ സശ്രദ്ധം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പഠിച്ച് സെക്കൻഡ് ഇയർ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതാണ്. അന്നേരം ഏവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നു. പഠിക്കേണ്ട ചാപ്റ്ററിൻ്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. കാലം ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിറ്റ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം കാലത്തിനൊപ്പം. സിറ്റ്സി ഏകപക്ഷീയമായ ക്ലാസ് റൂം അല്ല, ഞങ്ങളും നിങ്ങളും പരസ്പരം സംവദിക്കുന്നു. കേരള സിലബസിലെ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ഇന്ററാക്റ്റീവ് ക്ലാസുകളിലൂടെ സംശയരഹിത പഠനവും മികച്ച വിജയവും ഉറപ്പാക്കുന്നു. കൃത്യമായ ടൈം ടേബിൾ പ്രകാരം പാഠഭാഗങ്ങൾ പൂർണ്ണമായും പഠിപ്പിക്കുന്നു. ലൈവ് ക്ലാസുകൾക്ക് ശേഷം ക്ലാസുകളുടെ വീഡിയോ ലഭിക്കുന്നു. നോട്ട്സ് എപ്പോൾ വേണമെങ്കിലും ലഭിക്കുന്ന തരത്തിൽ നഷ്ടപ്പെടാതെ ആപ്പിൽ നിന്ന് തന്നെ ലഭിക്കും. പഠനം വിലയിരുത്താൻ രക്ഷിതാക്കൾക്കും അവസരം. ഓൺലൈനായി ടേം എക്സാമുകൾ, ഓരോ കുട്ടിക്കും വ്യക്തിഗത പരിഗണന, മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷകൾ, ഓൺലൈൻ പരീക്ഷകൾ, ഹോം ടെസ്റ്റുകൾ എന്നിവയിലൂടെ പഠനം വിലയിരുത്തപ്പെടുന്നു. ഇനി പഠന പൂർണ്ണത, സംതൃപ്ത പഠനം, മികവുറ്റ വിജയം. ഇപ്പോൾ തന്നെ സിറ്റ്സി ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. നമുക്ക് പഠിക്കേണ്ടത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഈ റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന പാഠഭാഗം നമുക്ക് ഇതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതേപോലെ ഫങ്ഷൻ എന്ന് പറയുന്ന ഭാഗവും ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇയർ റിലേഷൻ പഠിച്ചപ്പോൾ അവിടെ ഡൊമൈനും റേഞ്ചും കണക്കാക്കാൻ പഠിച്ചു. ഫങ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാഫുകളും മറ്റുമാണ് പഠിച്ചത്. എന്നാൽ ഇപ്പോൾ നമുക്ക് റിലേഷൻ ആൻഡ് ഫങ്ഷനകത്ത് റിലേഷൻ കുറച്ചും കൂടി നമുക്ക് വൈഡായിട്ട് പഠിക്കാനുണ്ട്. ഫങ്ഷനും അതുപോലെ തന്നെ കുറച്ചും കൂടെ കാര്യമായിട്ട് നമുക്ക് പഠിക്കാൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ടത് റിലേഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് നമുക്ക് ആദ്യം റിലേഷൻസ് എന്താണെന്ന് നോക്കാം. കണ്ടല്ലോ, ഫസ്റ്റ് വൺ നമുക്ക് എന്ത് നോക്കാം? റിലേഷൻസ് എന്താണെന്ന് നോക്കാം. നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിലേഷൻ നമുക്കൊന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. റിലേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R എന്ന ലെറ്ററാണ്. R അല്ലാതെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനെ? റിയൽ നമ്പേഴ്സിനെ സൂചിപ്പിക്കാനും നമ്മൾ എന്ത് എടുക്കുന്നുണ്ട്? R നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. R എന്ന് മാത്രം തന്നാൽ റിയൽ നമ്പേഴ്സ് എന്നല്ല പറയുന്നത്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്നാണ്. പിന്നെ നമ്മൾ സൂചിപ്പിക്കും R റിയലാണ്, R റിയലാണെന്ന് പറയുന്നു. അല്ല, ഇവിടെ റിലേഷൻ R എന്ന് പറയുന്നത് നോൺ എം ടി സെറ്റ് എ ടു നോൺ എം ടി സെറ്റ് ബി. എയിൽ നിന്നും എങ്ങോട്ടാണ് മക്കളെ? ബിയിലേക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷൻ പറയുന്നത്. ഇനി തിരിച്ചു വേണമെങ്കിൽ ബി ടു എ പറയാം. അത് നമുക്ക് ചോദ്യം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഡെഫിനിഷൻ പറയുമ്പോൾ എയിൽ നിന്നും ബിയിലേക്കാണ് റിലേഷൻ എന്ന് പറയുന്നു. അന്നേരം റിലേഷൻ R എന്ന് പറയുന്നത് നോൺ എം ടി സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് അത് നോൺ എം ടി ആയിരിക്കണം. അത് എം ടി ആകാൻ പാടില്ല. അതിനകത്ത് എന്തുണ്ടായിരിക്കണം? എലമെൻ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞായിരുന്നു A ഈക്വൽ ടു നൾ സെറ്റ് ഓർ
ബി ഈക്വൽ ടു നൾ സെറ്റ് ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താ നൾ സെറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സെറ്റ് നൾ സെറ്റ് ആയി പോയാൽ എ ക്രോസ് ബി എന്താ ഒന്നും ഇല്ലാതായി പോകും, നൾ സെറ്റ് ആയി പോകും എന്നുള്ളത് കൊണ്ടാണ് എ എന്ന് പറയുന്നത് നോൺ എം ടി സെറ്റ് ആയിരിക്കണം, ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം നോൺ എം ടി സെറ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞത്. അന്നേരം എന്താണ് ആർ എന്ന് പറയുന്നത് ബി എ റിലേഷൻ ഫ്രം നോൺ എം ടി സെറ്റ് എ to non-empty set B is the subset of A cross B എന്ന് പറഞ്ഞാൽ അർത്ഥം റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റ് ആണ്. കണ്ടല്ലോ, എ ക്രോസ് ബിക്കകത്താണ് ഏത് റിലേഷൻ ഉണ്ടെങ്കിലും അതെവിടെ ആയിരിക്കും എ ക്രോസ് ബി. പിയും ക്യൂ ആണ് തരുന്നതെങ്കിൽ പി ക്രോസ് ക്യൂ, എക്സും വൈയും ആണ് തരുന്നതെങ്കിൽ എക്സ് ക്രോസ് വൈ. അതിനകത്തായിരിക്കും ഏത് രണ്ട് സെറ്റാണോ നമുക്ക് തരുന്നത് ആ സെറ്റിനകത്തായിരിക്കും ആര് കിടക്കുന്നത് റിലേഷൻ കിടക്കുന്നത്. കണ്ടല്ലോ, എന്നാൽ റിലേഷൻ എന്ന് പറയുന്നത് ഈസ് ദി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണെന്ന് പറഞ്ഞു. കണ്ടല്ലോ, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഫസ്റ്റ് ഇയറിലെ ഇത്തിരി ഭാഗം ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. ആർ എന്ന് പറയുന്ന റിലേഷൻ ഈസ് ദി സബ്സെറ്റ് ഓഫ് എന്താണ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എന്തെന്ന് പറയാം നമുക്ക് ആർ എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ ഒരു റിലേഷൻ എടുത്തെഴുതുമ്പോൾ ആർ ഈക്വൽ ടു ഒരു റിലേഷൻ ജസ്റ്റ് ഞാനൊന്ന് എഴുതുന്നു 1 3 2 4 3 5 ഇങ്ങനെ ഒരു റിലേഷൻ തരുന്നു എന്നിരിക്കട്ടെ. ആ റിലേഷൻ്റെ ഇത് ഏത് ഫോമാണ് റോസ്റ്റർ ഫോമിൽ കോമയിട്ട് വേർതിരിച്ച് വെച്ചിരിക്കുന്ന ഫോമാണ്. ആ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഈ റോസ്റ്റർ ഫോം തന്നതിനകത്ത് ഈ ഓർഡേർഡ് പെയറിനകത്ത് ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും മക്കളെ? ഓർഡേർഡ് പെയറിനകത്ത് കിടക്കുന്ന ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ. ഓർഡേർഡ് പെയറിനകത്ത് ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഡൊമെയിൻ എന്നും. അതുപോലെ തന്നെ ഓർഡേർഡ് പെയറിനകത്ത് സെക്കൻഡ് കിടക്കുന്ന എലമെൻറ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? റേഞ്ച് എന്നും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യമാണ് റിലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് നിങ്ങൾക്ക് റിലേഷൻ ഒരു 3 ടൈപ്പ് റിലേഷൻ നമുക്ക് പഠിക്കണം. ആ 3 ടൈപ്പ് റിലേഷനും ആ 3 ടൈപ്പ് റിലേഷൻ്റെ ഒരു 6-7 പ്രോബ്ലവും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്ന ഭാഗം 6-7 പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും പ്രോബ്ലം 5-6 ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ 6-7 അങ്ങ് മാറും. ഞാനിപ്പോൾ 6-7 എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതെ, റിലേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ആ 3 ടൈപ്പ് റിലേഷനും പഠിച്ച് അതിൻ്റെ കുറച്ച് പ്രോബ്ലവും കൂടെ ചെയ്യുമ്പോൾ ആ ഭാഗം നമ്മുടെ അങ്ങ് തീരും. അതെ, നമുക്ക് ആദ്യം ആ റിലേഷൻ എന്ന് പറയുന്ന ഭാഗം നമുക്കൊന്ന് നോക്കാം. റിലേഷനകത്ത് നമുക്ക് പഠിക്കേണ്ടത് കണ്ടല്ലോ, റിലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കേണ്ടത് റിഫ്ലെക്സീവ് റിലേഷനാണ്. കണ്ടല്ലോ, ഒന്നാമത്തെ റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് നമ്മൾ പറയും. രണ്ടാമത് നമുക്ക് പഠിക്കേണ്ട റിലേഷൻ്റെ പേര് സിമ്മട്രിക് റിലേഷൻ എന്നാണ്. ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ, രണ്ടാമത്തെ റിലേഷൻ്റെ പേര് സിമ്മട്രിക് റിലേഷൻ എന്നാണ്. കണ്ടല്ലോ, റിഫ്ലെക്സീവ് സിമ്മട്രിക്. മൂന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് എന്നാണ്. ട്രാൻസിറ്റീവ് റിലേഷൻ. ഒന്നാമത്തെ റിലേഷൻ്റെ പേര് റിഫ്ലെക്സീവ് റിലേഷൻ, രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് സിമ്മട്രിക് റിലേഷൻ, മൂന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ. അന്നേരം ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ടൈപ്സ് ഓഫ് റിലേഷൻ റിഫ്ലെക്സീവ് റിലേഷൻ, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. കണ്ടല്ലോ, ഇങ്ങനെ 3 റിലേഷനും പിന്നെ ഒരു റിലേഷനും കൂടെ നമുക്ക് പഠിക്കണം. കണ്ടല്ലോ, അത് ഇങ്ങനെയാണ് നമ്മൾ എന്തു പറയുന്നത്? റിലേഷനെ കുറിച്ച് നമ്മൾ 3 റിലേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ റിലേഷൻ റിഫ്ലെക്സീവ് റിലേഷൻ, രണ്ടാമത്തെ റിലേഷൻ സിമ്മട്രിക് റിലേഷൻ, മൂന്നാമത്തെ റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ. ഇങ്ങനെ 3 റിലേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന് നേരത്തെ നമ്മൾ പഠിച്ച റിലേഷനകത്ത് ഡൊമെയിൻ എന്താണെന്ന് പറഞ്ഞു, റേഞ്ച് എന്താണെന്ന് പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് റിഫ്ലെക്സീവ് റിലേഷനെ കുറിച്ച് ആദ്യം നമുക്ക് പറയാം. അതിന് ടൈപ്സ് ഓഫ് റിലേഷനകത്ത് ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സീവ് റിലേഷൻ. കണ്ടല്ലോ, എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ? എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. എ റിലേഷൻ ആർ ഫ്രം
സെറ്റ് എ എന്ന് പറയുന്നത് ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ്. എന്താണ് പറയുന്നത്? എ റിലേഷൻ, ഒരു റിലേഷൻ നമ്മൾ എടുക്കുന്നു, ഒരെണ്ണത്തിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതിയിടും, ബാക്കിയുള്ള ഡെഫിനിഷൻ പറയത്തേ ഉള്ളൂ. എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ, കണ്ടല്ലോ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു, സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ്. അത് റിഫ്ലെക്സീവ് ആണെങ്കിൽ, കണ്ടല്ലോ, എ റിലേഷൻ എഫ് ഫ്രം ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ്. അത് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഇഫ് ഓർഡേർഡ് പെയർ എ, കണ്ടല്ലോ, ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു എന്തായിരിക്കണം? ആർ ആയിരിക്കണം. എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ, കണ്ടല്ലോ, കോമ ഇട്ടിട്ട് എ ബിലോങ്സ് ടു എവിടെ ആയിരിക്കും? ക്യാപിറ്റൽ എ. ഇതാണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓർഡേർഡ് പെയർ എ നമ്മൾ എഴുതി വരുന്ന റിലേഷൻ്റെ ആ ക്രോസ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞു ആർ ഈസ് ദ സബ്സെറ്റ് ഓഫ് ആരാണെന്ന് പറഞ്ഞു? എ ക്രോസ് എ ആണെന്ന് എ ക്രോസ് ബി ആണെന്ന് പറഞ്ഞു. ആർ ഈസ് ദ റിലേഷൻ, ആർ എന്ന് പറയുന്നത് ഈസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ആൻസർ എ എന്ന് പറയുന്ന ആൻസർ എവിടെ ഉണ്ടായിരിക്കണം മക്കളെ? ദാണ്ട ഈ റിലേഷനകത്ത് ഉണ്ടായിരിക്കണം. റിലേഷനകത്തുണ്ടെങ്കിൽ മാത്രമേ അതെന്താകത്തുള്ളൂ? റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കൊരു ചോദ്യം നമുക്ക് തരുന്നു, എ ഈക്വൽ ടു സെറ്റ് 1 2 3, കണ്ടല്ലോ. അതിൻ്റെ റിലേഷൻ നമ്മൾ എഴുതി വരുമ്പോൾ അതിൻ്റെ റിലേഷൻ ആർ എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് സെറ്റ് 1 1 2 2 3 3, കണ്ടല്ലോ, 1 1 1 1 2 2 3 3 എക്സെട്ര. ഇങ്ങനെയാണ് നമ്മുടെ ഫങ്ഷൻ, ഈ റിലേഷൻ കിടക്കുന്നത് എന്നിരിക്കട്ടെ. അങ്ങോട്ട് കുറേ റിലേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ഇത് റിഫ്ലെക്സീവ് ആണ് എന്ന് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ, ഇത് റിഫ്ലെക്സീവ് ആണ് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിനകത്ത് തരുന്ന 3 എലമെൻ്റ് ഉണ്ടല്ലോ. ആരൊക്കെയാണ്? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. നമുക്ക് റിലേഷനകത്ത് വരുന്ന 3 എലമെൻ്റ് ഏതൊക്കെയാണ്? സെറ്റ് 1, അതായത് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്തെ 3 എലമെൻസുകളാണ് 1 2 3. ഇതിനെ എലമെൻറ്റ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നൊക്കെ പറയും എന്ന് നമ്മൾ സെറ്റിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു വച്ചിട്ടുണ്ട്. അന്നേരം ഈ 1 2 3 ഈ തന്നിരിക്കുന്നത് റിഫ്ലെക്സീവ് ആണ് എന്നുണ്ടെങ്കിൽ, കണ്ടല്ലോ, റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോഴേ അറിയാം കൊടുക്കുന്ന സാധനം തന്നെ തിരിച്ചു കിട്ടണം എന്നുള്ള അർത്ഥമാണ്. അത് റിഫ്ലെക്സീവ് ആകണം എന്നുണ്ടെങ്കിൽ ദാണ്ടെ ഈ ചോദ്യത്തിനകത്ത് 1 എടുത്താൽ 1 1 നമ്മുടെ ആൻസറിനകത്ത് ഉണ്ടായിരിക്കണം, 2 2 നമ്മുടെ ആൻസറിനകത്ത് ഉണ്ടായിരിക്കണം, 3 3 നമ്മുടെ ആൻസറിനകത്ത് ഉണ്ടായിരിക്കണം. ഇവർ 3 പേരും നമ്മുടെ റിലേഷനകത്തുണ്ടെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. ഇപ്പോൾ ഇത് രണ്ടും ഉണ്ട്, ഇതില്ല എന്നിരിക്കട്ടെ. 3 3 നമ്മുടെ ചോദ്യത്തിനകത്ത് 1 2 3 ഉണ്ട്, ആൻസറിനകത്ത് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, ബട്ട് 3 3 ഇതിനകത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം 3 3 നോട്ട് ബിലോങ്സ് ടു ആർ, ദെയർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഈ 3 എലമെൻറ്റും എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ റിലേഷനകത്തുണ്ടെങ്കിൽ മാത്രമേ ഇതെന്താകത്തുള്ളൂ? റിഫ്ലെക്സീവ് റിലേഷൻ ആകത്തുള്ളൂ. അന്നേരം റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ് ഇഫ് ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ. എന്നിട്ട് നമ്മൾ പറയണം എ ബിലോങ്സ് ടു സെറ്റ് എ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? എയിൽ ഉണ്ടായിരിക്കണം. സെറ്റ് സ്മാൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് ഈസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ മീൻസ് സെറ്റ്, ആ സെറ്റിനകത്തുണ്ട് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കണം. കണ്ടല്ലോ, എല്ലാവർക്കും ഡെഫിനിഷൻ നല്ല വൃത്തിക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് രണ്ടാമത്തെ ഡെഫിനിഷൻ സിമ്മട്രിക് റിലേഷൻ ആണ്. സിമ്മട്രിക് റിലേഷൻ, അതിൻ്റെ രണ്ടാമത്തെ റിലേഷൻ്റെ പേരാണ് സിമ്മട്രിക്. ആ സിമ്മട്രിക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ്
സിമ്മട്രിക്, അത് സിമ്മട്രിക് ആകണമെങ്കിൽ ഈസ് കോൾഡ് സിമ്മട്രിക് ഇഫ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ. കണ്ടല്ലോ, ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ implies that ordered pair BA belongs to R. കോമ ഇട്ടിട്ട് പറയാം A, B belongs to capital A. ഇതാണ്ടേ, ഇതിനെ നമുക്കൊന്ന് പറയാം. എ റിലേഷൻ ആർ, ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഇൻ സെറ്റ് എ, എയ്ക്കകത്തുനിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന ആർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എയിൽ വെച്ചുകൊണ്ട് നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന റിലേഷൻ സിമ്മട്രിക് ആകണമെങ്കിൽ എ ബി, അതായത് ഇത് രണ്ടും രണ്ട് എലമെൻറ്റുകളാണ് എയ്ക്കകത്ത്, എ ബി ബിലോങ്സ് ടു ആർ. ആ എ ബി എന്ന് പറയുന്നത് എന്തുണ്ടായിരിക്കണം? ആറിനകത്തുണ്ടായിരിക്കണം. ഇംപ്ലൈസ് ദാറ്റ് ബി എയും എവിടെ ഉണ്ടായിരിക്കണം? ഇതിൻ്റെ റിവേഴ്സ് ഉണ്ടല്ലോ, അതായത് ബി ആദ്യവും എ രണ്ടാമതും വരുന്ന ബി എ എന്ന് പറയുന്നതും ആറിനകത്തുണ്ട് എങ്കിൽ ഇത് സിമ്മട്രിക് ആണെന്ന് പറയാം. സിമ്മട്രിക് റിലേഷൻ ആണെങ്കിൽ എ ബി ബിലോങ്സ് ടു എ ഇംപ്ലൈസ് ദാറ്റ് ബി എ ബിലോങ്സ് ടു എ. അങ്ങനാണെങ്കിൽ തന്നേക്കുന്ന റിലേഷൻ എന്താണെന്ന് പറയാം? റിഫ്ലക്സീവ് റിലേഷൻ ആണെന്ന് പറയാം. സിമ്മട്രിക് റിലേഷൻ ആണെന്ന് പറയാം. ഈ സിമ്മട്രിക് റിലേഷൻ ആണ് എന്ന് നമുക്ക് നോക്കാം മക്കളെ. ഒരു റിലേഷൻ തരുന്നു, ഞാൻ മൊത്തമൊന്നും എഴുതുന്നില്ല, അത് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു റിലേഷൻ നമുക്ക് തരുന്നു, ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നു മക്കളെ. ഇങ്ങനെ 1 2, 2 1 ഇങ്ങനെ കിടപ്പുണ്ടെന്നിരിക്കട്ടെ. കണ്ടല്ലോ, 1 2, 2 1 ഇങ്ങനെ, പിന്നെ കുറേ ഏറെ എലമെൻറ്റുകൾ. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതനുസരിച്ചാണ് റിലേഷൻസുകൾ കയറി വരുന്നത്. ഇങ്ങനെ ഞാൻ 1 2, 2 1 എന്നെടുത്തപ്പോൾ തന്നെ എ ബി, എ 1ഉം ബി 2 ആണ്, എ ബി ബിലോങ്സ് ടു ആർ. കണ്ടല്ലോ, 1 2 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ദാറ്റ്, പിന്നെ തിരിഞ്ഞു വരണം എങ്ങനെ? 2 1 ബിലോങ്സ് ടു ആർ ആയിട്ട് വരണം. കണ്ടല്ലോ, 1 2 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ദാറ്റ് 2 1 ബിലോങ്സ് ടു ആർ. അതിനെ നേരെ തിരിച്ചിടുന്നതും എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനകത്തുണ്ട് എങ്കിൽ ഈ റിലേഷൻ എന്താണെന്ന് പറയാം? സിമ്മട്രിക് ആണ് എന്ന് പറയാം. അതായത് സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ അർത്ഥം എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ, എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനകത്തുണ്ട് എങ്കിൽ അതിൻ്റെ ബി എയും എവിടെ തന്നെ ഉണ്ടായിരിക്കണം? അതേ റിലേഷനകത്തുണ്ട് എങ്കിൽ അതെന്താണെന്ന് പറയാം? നമുക്ക് സിമ്മട്രിക് ആണ് എന്ന് നമുക്ക് പറയാം. കണ്ടല്ലോ, സിമ്മട്രിക് റിലേഷൻ കണ്ടല്ലോ. അന്നേരം ഈ റിലേഷൻ നമുക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ പ്രോബ്ലം നമുക്ക് സ്പീഡിൽ ചെയ്തു പോകാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഡെഫിനിഷൻ, ഇങ്ങനെ എക്സാമ്പിൾ എടുത്ത് പറയുന്നു. നല്ല വാസ്റ്റായിട്ട് നമുക്ക് പ്രോബ്ലം ഉണ്ട്. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് ഇത് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അന്നേരം എങ്ങനെയാണ് മക്കളെ സിമ്മട്രിക് പറയുന്നത്? 1 2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ, 1 2 എന്ന് പറയുന്നത് എലമെൻറ്റ് റിലേഷനകത്തുണ്ട് എങ്കിൽ 2 1ഉം എവിടെ തന്നെ ഉണ്ടായിരിക്കണം? അതേ റിലേഷനകത്തുണ്ടായിരിക്കണം. അതാ പറഞ്ഞേക്കുന്നത് എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ദാറ്റ് ബി എ ബിലോങ്സ് ടു ആർ. എ ബി എന്ന് പറയുന്നത് റിലേഷനകത്തുണ്ട് എങ്കിൽ, കണ്ടല്ലോ, എ ബി എന്ന് പറയുന്നത് റിലേഷനകത്തുണ്ട് എങ്കിൽ ബി എയും എവിടെ തന്നെ ഉണ്ടായിരിക്കണം? അതേ റിലേഷനകത്ത് തന്നെ ഉണ്ട് എങ്കിൽ അത് നമുക്ക് എന്താണെന്ന് പറയാം? സിമ്മട്രിക് റിലേഷൻ ആണെന്ന് പറയാം. അല്ല, സിമ്മട്രിക് എന്തുവാണ്? എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് സിമ്മട്രിക് ഇഫ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ദാറ്റ് ബി എ ബിലോങ്സ് ടു ആർ. എന്നിട്ട് നമുക്ക് പറയാം എ കോമ ബി, എലമെൻറ്റ് എ കോമ ബി ബിലോങ്സ് ടു എവിടെ ഉണ്ടായിരിക്കണം? എയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? സിമ്മട്രിക് എന്ന് പറയുന്ന റിലേഷൻ. മൂന്നാമത്തെ റിലേഷൻ്റെ പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. മൂന്നാമത്തെ റിലേഷൻ്റെ പേരെന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ. അതിന് ട്രാൻസിറ്റീവ് റിലേഷൻ്റെയും തുടങ്ങുന്നത് എങ്ങനെയാണ്? എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് ട്രാൻസിറ്റീവ്. എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് ട്രാൻസിറ്റീവ് ഇഫ്
ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ, കണ്ടല്ലോ, ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ. പിന്നെ നമുക്ക് ആ എ ബിയിലെ ബിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്നു ബി സി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ എന്തുവാ ഡിഫൈൻ ചെയ്തെടുക്കുകയാണ്. ബി സി ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആറും ബി സി ബിലോങ്സ് ടു ആറും ആണെങ്കിൽ ഇംപ്ലൈസ് ദാറ്റ് എ സി ബിലോങ്സ് ടു എന്തായിരിക്കണം? ആറായിരിക്കണം. ഇംപ്ലൈസ് ദാറ്റ് എ സി ബിലോങ്സ് ടു എന്തായിരിക്കണം? ആറായിരിക്കണം. മക്കളുമാർ നോക്കിയേ, എ ബി ബിലോങ്സ് ടു ആർ എന്ന് ഞാൻ പറയുന്നതിനെ എ ഈക്വൽ ടു ബി എന്ന് വിളിച്ചു. ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു സി എന്ന് വിളിച്ചു. കണ്ടല്ലോ, എ ഈക്വൽ ടു ബിയും ബി ഈക്വൽ ടു സിയും ആണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതിക്കൂടെ മക്കളെ? എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി എന്നെടുക്കാമല്ലോ. എടുത്തൂടെ? എ ഈക്വൽ ടു എ ബിക്ക് ഈക്വലാണ്, ബി സിക്ക് ഈക്വലാണ്. അതാണ്ടേ എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു സി. എയും ബിയും സിയും പരസ്പരം ഈക്വലാണ്. എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു സി. എങ്കിൽ നമുക്ക് പറയാം, ദാണ്ടെ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറയാം. അതായത് എന്തെടുക്കാം? എ ഈക്വൽ ടു സി എന്ന് നമുക്ക് എടുക്കാം. അതാണ് പറഞ്ഞേക്കുന്നത് എ സി ബിലോങ്സ് ടു ആർ. അരം എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. എ ബി റിലേഷനകത്തുണ്ട്, ബി സിയും റിലേഷനകത്തുണ്ട് എങ്കിൽ ഇംപ്ലൈസ് ദാറ്റ് എ സി എവിടെ ഉണ്ടായിരിക്കണം? എ ഈക്വൽ ടു സി അല്ലെങ്കിൽ എ സി എന്ന് പറയുന്നതും എവിടെ ഉണ്ടായിരിക്കണം? ആ റിലേഷനകത്തുണ്ട് എങ്കിൽ അതെന്താണ്? റിഫ്ലക്സീവാണ്, ട്രാൻസിറ്റീവാണ് എന്ന് നമുക്ക് പറയാം. അല്ല, ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് അതിൻ്റെ റോസ്റ്റർ ഫോം നമ്മൾ എഴുതിയിട്ടിട്ടാണ് നമ്മൾ ഓരോ പ്രോബ്ലത്തിൻ്റെ റോസ്റ്റർ ഫോം എഴുതിയിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. കാരണം ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് ട്രാൻസിറ്റീവ് ഇഫ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ദാറ്റ് എ സി ബിലോങ്സ് ടു ആർ കോമ ഇട്ടിട്ട് എ കോമ ബി കോമ സി ബിലോങ്സ് ടു എന്തായിരിക്കണം? എ ആയിരിക്കണം. എ എന്ന് പറയുന്ന സെറ്റിനകത്തെ എലമെൻ്റ് ആയിരിക്കണം എയും ബിയും സിയും. ഇത്തരത്തിലുള്ള റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് നമ്മൾ പറയും. ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു റിലേഷനാണ് ഇക്വിവലൻസ് റിലേഷൻ. അടുത്ത റിലേഷൻ്റെ പേരാണ് ഇക്വിവലൻസ് റിലേഷൻ. അല്ലെ, അതെന്തുവാണെന്ന് നോക്കാം. ഇക്വിവലൻസ് റിലേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ പറഞ്ഞു. ട്രാൻസിറ്റീവ് റിലേഷൻ എന്തുവാ? എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് ട്രാൻസിറ്റീവ് ഇഫ് ordered pair AB belongs to R and BC belongs to R implies that AC belongs to R where ABC belongs to എന്താണ്? A എന്ന് പറയുന്ന സെറ്റിനകത്തെ എലമെൻ്റ് ആയിരിക്കണം. അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരും എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിലേഷൻ പഠിക്കാനുണ്ട്. ആ റിലേഷൻ്റെ പേരാണ് ഇക്വിവലൻസ് റിലേഷൻ. ആ റിലേഷൻ്റെ പേരാണ് മക്കളെ ഇക്വിവലൻസ് റിലേഷൻ എന്ന് നമ്മൾ പറയും. അതിൽ ഇക്വിവലൻസ് റിലേഷനാണ് നമുക്ക് വേണ്ടത്. ഇക്വിവലൻസ് റിലേഷൻ എന്തുവാണ്? ഇക്വിവലൻസ് റിലേഷൻ എന്ന് നോക്കാം. എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് ഇക്വിവലൻസ്. കണ്ടല്ലോ, ഒരു റിലേഷൻ ആർ എന്ന് പറയുന്നത് എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് ഇക്വിവലൻസ് ഇഫ് ആർ ഈസ് റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആകണം, സിമ്മട്രിക് ആകണം, ട്രാൻസിറ്റീവുമാകണം. റിഫ്ലെക്സീവ് ആകണം, സിമ്മട്രിക് ആകണം, ട്രാൻസിറ്റീവുമാകണം. അങ്ങനെ മൂന്ന് റിലേഷനും എക്സിസ്റ്റ് ചെയ്യുന്ന, മൂന്ന് റിലേഷനും കറക്റ്റായിട്ട് വരുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു റിലേഷൻ ആരായിരിക്കും മക്കളെ? ഇക്വിവലൻസ് റിലേഷൻ ആയിരിക്കും. ഒരു ഇക്വിവലൻസ് റിലേഷൻ എന്തുവാ? എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ is called equivalence relation if R is reflexive, symmetric and transitive.
R എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ, R എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ ആ റിലേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇക്വിവലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. അന്നേരം ഇക്വിവലൻസ് റിലേഷൻ ആകണമെങ്കിൽ ഇഫ് R എന്ന് പറയുന്ന ആരാകണം? റിഫ്ലക്സീവ് ആകണം. ഇഫ് R ഈസ് റിഫ്ലക്സീവ്, പിന്നെ ആരായിരിക്കണം മക്കളെ? സിമ്മട്രിക്ക്. അടുത്ത ആരായിരിക്കണം? ട്രാൻസിറ്റീവ്. R എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആകണം, സിമ്മട്രിക് ആകണം, ട്രാൻസിറ്റീവ് ആകണം. ഇങ്ങനെ 3 കണ്ടീഷനും ആ 3 റിലേഷൻ, റിഫ്ലക്സീവ് റിലേഷൻ, സിമ്മട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, ഇത് 3ഉം എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇത് 3ഉം കറക്റ്റായിട്ട് വരുന്ന റിലേഷൻ ആരായിരിക്കും മക്കളെ? ഇക്വിവലൻസ് റിലേഷൻ ആയിരിക്കും. അതായത് ഇക്വിവലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ റിലേഷൻ R in set A is called equivalence if R is reflexive, symmetric and transitive. ഇത് 3 പേരും ആണ് എങ്കിൽ ആ റിലേഷൻ എന്ത് റിലേഷൻ ആയിരിക്കും? ഇക്വിവലൻസ് റിലേഷൻ ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ റിലേഷൻ്റെ ഡെഫിനിഷൻ. ചോദ്യം ഇങ്ങനെയാണ്: ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ആർ determine each of the following relations are reflexive, symmetric and transitive. Determine whether each of the following relations are reflexive, symmetric and transitive. ചുവടെ തന്നിരിക്കുന്ന റിലേഷൻസ് താഴെ ഒരു ചോദ്യം തരുന്നുണ്ട്. ഈ ചോദ്യങ്ങളിൽ ഏതൊക്കെയാണ് റിഫ്ലക്സീവ് ആകുന്നത്, സിമ്മട്രിക് ആകുന്നത്, ട്രാൻസിറ്റീവ്? 3ഉം റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ചോദ്യം ഇതാണ്: റിലേഷൻ R in set A. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. റിലേഷൻ R in set A, a relation R in set A equal to set 1, 2, 3, etc. 14. കണ്ടല്ലോ, 1 മുതൽ 14 വരെ 14 defined as R equal to set ordered pair xy such that 3x minus y equal to 0. കണ്ടല്ലോ, 3x minus y equal to 0. ഇതാണ് ചോദ്യം. നമ്മൾ ഫസ്റ്റ് ഇയർ റിലേഷൻ പഠിക്കുമ്പോൾ റിലേഷൻ പഠിക്കുന്ന ഒന്നാമത്തെ പുസ്തകത്തിൽ കിടക്കുന്ന ചോദ്യം ഇതാണ്: R എന്ന് പറയുന്ന റിലേഷൻ ഇൻ സെറ്റ് എ എന്ന് പറയുന്ന റിലേഷനകത്ത് 1, 2, 3 etc. 14 വരെ എലമെൻറ്റുകൾ തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ R എന്ന് പറയുന്ന റിലേഷൻ എഴുതുന്നു. R ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് മക്കളെ. എക്സ് എന്ന് പറയുന്ന എലമെൻറ്റും വൈ എന്ന് പറയുന്ന എലമെൻറ്റും എവിടെ ഉണ്ടായിരിക്കണം? എയിലായിരിക്കണം ആ എലമെൻറ്റുകൾ മൊത്തം. എക്സ് അല്ലേ നമ്മൾ കൊടുക്കുന്ന വില? നമ്മൾ എക്സിന് വിലകൾ കൊടുക്കുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് വൈ വാല്യൂസ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അരം നമ്മൾ കൊടുക്കുന്ന വിലകൾ എവിടെ ഉണ്ടായിരിക്കണം? എയിൽ. അത് ഏതൊക്കെയാ? 1 മുതൽ 14 വരെയുള്ള വിലകൾ നമുക്ക് കൊടുക്കാം. ആർക്ക് കൊടുക്കാം? എക്സിന് കൊടുക്കാം. അപ്പോൾ നമുക്ക് വൈ വില കിട്ടണം. ആ കിട്ടുന്ന വിലകളും 1 മുതൽ എവിടം വരെ വരാവുള്ളൂ? 14 വരെ വരാൻ പാടുള്ളൂ. അതായത് നമ്മൾ എക്സിന് കൊടുക്കുന്നത് 1 മുതൽ 14 വരെയുള്ള വിലകളും നമുക്ക് കിട്ടുന്ന വൈ വാല്യൂസ്, നമുക്ക് കിട്ടുന്ന വിലകളും എവിടെ തന്നെ ഉണ്ടായിരിക്കണം? 1 മുതൽ 14 വരെ ആയിരിക്കണം. 1ന് വെളിയിലോ 14ന് വെളിയിലോ പോകാൻ പാടില്ല. അതാണ് നമ്മുടെ റിലേഷൻ പറഞ്ഞേക്കുന്നതിൻ്റെ കാര്യം. നമുക്ക് നോക്കാം. ഇങ്ങോട്ട് മാറ്റിയൊന്ന് എഴുതിയേ. 3x മൈനസ് വൈ ഈക്വൽ ടു 0. അതാണ്ട് ഈ വൈ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാമെങ്കിൽ നമുക്ക് y ഈക്വൽ ടു 3x, നെഗറ്റീവ് വൈ അപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവായി. ഞാൻ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. y ഈക്വൽ ടു 3x. അതാണ്ട് മക്കളെ, ഇനി ഇങ്ങോട്ട് നോക്കിയേ. എക്സിന് ഞാൻ 1 എന്നുള്ള വാല്യൂ കൊടുത്താൽ 3, എക്സിന് ഞാൻ 1 എന്നുള്ള വില കൊണ്ട് കൊടുത്തപ്പോൾ 3, എക്സിന് ഞാൻ 2 കൊടുത്തപ്പോൾ 6, എക്സിന് ഞാൻ 3 കൊടുത്തപ്പോൾ 9, എക്സിന് ഞാൻ 4 കൊടുത്തപ്പോൾ 12, എക്സിന് ഞാൻ
5 കൊടുത്തപ്പോൾ എനിക്ക് 15 കിട്ടി. അതാണ്ട് എക്സിന് 1 കൊടുത്തു, എയ്ക്കകത്തുള്ള വിലയാണ് 1. എക്സിന് ഞാൻ 2 കൊണ്ട് കൊടുത്തു, അതും എയ്ക്കകത്തുണ്ട്. എക്സിന് ഞാൻ 3 കൊണ്ട് കൊടുത്തു, അതും എയ്ക്കകത്തുണ്ട്. എക്സിന് ഞാൻ 4 കൊണ്ട് കൊടുത്തു, അതും എയിലുണ്ട്. എക്സിന് ഞാൻ 5 കൊണ്ട് കൊടുത്തു, അത് എയിലുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ആൻസർ 15 ആണ്, 15 ആണ് കിട്ടിയത്. ആ 15 എന്ന് പറയുന്ന ആൻസർ എവിടെ ഇല്ല മക്കളെ? എയ്ക്കകത്തില്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് താഴോട്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. 6 കൊടുത്താൽ 18 വെളിയിൽ പോകും. എക്സിന് 7 കൊടുത്താൽ 21 വെളിയിൽ പോകും. എക്സിന് 8 കൊടുത്താൽ 24 വെളിയിൽ പോകും. അന്നേരം അതിന് താഴോട്ടുള്ളതൊന്നും നമുക്ക് വേണ്ട. കണ്ടല്ലോ മക്കളെ? അതിൽ നമ്മൾ 3x - y = 0 എന്ന് പറഞ്ഞപ്പോൾ y = 3x എന്നെടുത്ത് 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12. അവിടം വരെ നമുക്ക് എടുക്കാൻ പറ്റൂ. 3 × 5 15 ആണ്. ആ 15 നമ്മുടെ ആൻസറിനകത്ത് നമുക്ക് തന്നേക്കുന്ന ചോദ്യത്തിനകത്ത് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമുക്ക് റിലേഷൻ ആർ എന്ന് പറയുന്നത് നമുക്ക് എടുത്തെഴുതാം. റിലേഷൻ ആർ എന്ന് പറയുന്നതിൻ്റെ റോസ്റ്റർ ഫോം നമുക്ക് എടുത്തെഴുതാം മക്കളെ. 1 3, 1 കൊടുത്തപ്പോൾ 3, 2 6, 3 9, 4 12. അതുകൊണ്ട് ഇത്രയേ നമുക്ക് റിലേഷൻ കിട്ടത്തുള്ളൂ. 1 3 2 6 3 9 4 12. ഇത്രയേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? റിലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതാണ് നമ്മുടെ റിലേഷൻ ആർ എന്ന് പറയുന്ന റിലേഷൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇത്രയും പഠിച്ചു വെച്ചിട്ട് 1 2 3 4 ഈസ് ഡൊമൈൻ, 3 6 9 12 ഈസ് റേഞ്ച്, ആൻഡ് ദ സെക്കൻഡ് സെറ്റ് എ ഈസ് കോൾഡ് കോഡൊമൈൻ എന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു, നമ്മൾ വെച്ചു. ഫസ്റ്റ് ഇയറിൽ പഠിച്ചു, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി നമ്മൾ വീഡിയോ ക്ലാസ്സും മറ്റുമൊക്കെ കണ്ട് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ റിലേഷൻ ആയിട്ടുള്ള റിഫ്ലക്സീവ് റിലേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. റിഫ്ലക്സീവ് റിലേഷൻ ഞാൻ എടുക്കുന്നു, റിഫ്ലക്സീവ് ചെക്ക് ചെയ്യുകയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ ചെക്ക് ചെയ്യുന്നു, റിഫ്ലക്സീവ്. നോക്കിയേ, റിഫ്ലക്സീവ് പറയുമ്പോൾ എനിക്ക് എ ഉണ്ട്, അന്നേരം നമുക്ക് 1 1 ഇതിനകത്തുണ്ടോ? ഇല്ല. 2 2 ഇതിനകത്തുണ്ടോ? ഇല്ല. അതാണ്ട് 2 അല്ലേ കിടക്കുന്നത്. എക്സെട്രാ 14 14. നോക്കിയേ, 1 എടുത്തപ്പോൾ 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല, എക്സെട്രാ 14 14 നോട്ട് ബിലോങ്സ് ടു ആർ. നമുക്ക് തന്നേക്കുന്ന റിലേഷനകത്ത് 1 എടുത്താൽ 1 1 ഉണ്ടാകണം. എ ബിലോങ്സ് ടു ആർ എന്നാണ് പറഞ്ഞേക്കുന്നത്. റിലേഷനകത്ത് അത് ഉണ്ടാകണം. പക്ഷേ 1 എടുത്തപ്പോൾ 1 1 ഇല്ല. ഞാൻ 2 എടുത്തപ്പോൾ 2 2 ഇല്ല. 3 എടുത്തപ്പോൾ 3 3 ഇല്ല. എക്സെട്രാ 14 14 എന്ന് പറയുന്ന എലമെൻറ്റുകളൊന്നും തന്നെ ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ദെയർഫോർ, അതുകൊണ്ട് ആർ ഈസ് എന്താണ്? നോട്ട് റിഫ്ലക്സീവ്. ആർ എന്തല്ല മക്കളെ? റിഫ്ലക്സീവ് അല്ല. കണ്ടല്ലോ, ഇഫ് ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്, ആർ എന്തല്ല? റിഫ്ലക്സീവ് റിലേഷൻ അല്ല എന്ന് നമുക്ക് പറയാം. അല്ല, ആർ എന്തല്ല? റിഫ്ലക്സീവ് അല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ റിലേഷൻ ആണ് സിമ്മട്രിക് റിലേഷൻ. അതായത് ഒന്നാമത്തെ റിലേഷൻ നമുക്ക് എടുക്കാം. ഒന്നാമത്തത് റിഫ്ലക്സീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു, റിഫ്ലക്സീവ് അല്ല. രണ്ടാമത്തെ റിലേഷൻ നമ്മൾ എടുക്കുന്നു, സിമ്മട്രിക് റിലേഷൻ ആണോ എന്ന് നോക്കുന്നു. നമുക്ക് നോക്കാം സിമ്മട്രിക് ആണോ എന്ന്. അതാണ്ട് ഒരു എലമെൻറ്റ് ഞാൻ എടുക്കുന്നു, 1 3 ബിലോങ്സ് ടു ആർ. 1 3 ആർ റിലേഷനകത്തുണ്ട്. 1 3 ബിലോങ്സ് ടു ആർ. പക്ഷേ 3 1 നോട്ട് ബിലോങ്സ് ടു ആർ. പക്ഷേ ഇവിടെ 3 1 എന്ന് പറയാം. 1 3 എടുത്തു, എ ബി ബിലോങ്സ് ടു ആർ. ബട്ട് ബി എ 3 1 എന്ന് പറയുന്നത് ആറിനകത്തുണ്ടോ? 3 1 നമുക്ക് താണ്ട് ഈ റിലേഷനകത്ത് ഇല്ല. ബട്ട് 3 1 നോട്ട് ബിലോങ്സ് ടു ആർ. 3 1 നമ്മുടെ റിലേഷനകത്തില്ല. അതുകൊണ്ട് ദെയർഫോർ, അതുകൊണ്ട് ആർ ഈസ് എന്താണ്? നോട്ട് സിമ്മട്രിക്. ആർ എന്തല്ല മക്കളെ? സിമ്മട്രിക് അല്ല. ആർ ഈസ് നോട്ട് സിമ്മട്രിക്. അത് നമ്മൾ പറഞ്ഞു റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്തു. സിമ്മട്രിക് എടുത്തപ്പോൾ 1 3, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 6 എടുക്കാം. 2 6 ബിലോങ്സ് ടു ആർ. ബട്ട്
6 2 നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് ആർ ഈസ് നോട്ട് സിമ്മട്രിക്. അല്ലേ നമുക്ക് 3 9 എടുക്കാം. 3 9 ബിലോങ്സ് ടു ആർ ബട്ട് 9 3 നോട്ട് ബിലോങ്സ് ടു ആർ. അല്ലെങ്കിൽ 4 12 ബിലോങ്സ് ടു ആർ ബട്ട് 12 4 നോട്ട് ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് സിമ്മട്രിക്. മൂന്നാമത്തത് നമുക്ക് പറയണം മക്കളെ. മൂന്നാമത്തെ റിലേഷൻ്റെ പേര്, മൂന്നാമത്തത് നമുക്ക് പഠിക്കണം. മൂന്നാമത്തെ റിലേഷൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിറ്റീവ് ആണ് മൂന്നാമത്തെ റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ ഞാൻ എടുക്കുന്നു. നോക്കിയ മക്കളെ, 1 3 ബിലോങ്സ് ടു ആർ. അതാണ്ട് 1 3. എ ബി ബിലോങ്സ് ടു ആർ. ഇനി ബിയുമായി റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്നാണ്ട് ഇതാണ് ബി, ദാണ്ട് ഇതും എന്താണ് ബി ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ആൻഡ് 3 9 ബിലോങ്സ് ടു ആർ. ദാണ്ട് 1 3 ബിലോങ്സ് ടു ആർ. ഈ 3 വെച്ചുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കിടക്കുന്ന, അല്ലെ നമ്മുടെ ആൻസറിനകത്ത് കിടക്കുന്ന 3 വെച്ചുകൊണ്ട് 3 9 ഉണ്ട്. അതിന് 3 9 ബിലോങ്സ് ടു ആർ. അരം എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ. ഇനി എ സി വേണം, 1 9 വേണം. ഇംപ്ലൈസ് ദാറ്റ് 1 9 നോട്ട് ബിലോങ്സ് ടു ആർ. കണ്ടല്ലോ, 1 9 ഇതിനകത്തെങ്ങും ഇല്ല. 1 3 ബിലോങ്സ് ടു ആർ, 3 9 ബിലോങ്സ് ടു ആർ ബട്ട് 1 9 നോട്ട് ബിലോങ്സ് ടു ആർ. അത് നമ്മുടെ റിലേഷനകത്തില്ല. ദെയർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അതാണ്ട് ഇവിടെ ഞാൻ നേരത്തെ എഴുതിയത് ഞാനങ്ങ് മായ്ച്ച് കളഞ്ഞു. 3x - y = 0, y = 3x. 3ക്ക് 1 കൊടുത്താൽ 3. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് പ്രോബ്ലം നമുക്ക് ചെയ്യാം. എഴുതിയെടുക്കുക. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. 1 2 3 4 5 6. as r equal to ordered pair x y such that y is divisible by x. y എന്ന് പറയുന്നതിനെ x കൊണ്ട് പൂർണ്ണമായി ഹരിക്കണം. y is divisible by x. അതെ, x എന്ന് പറയുന്ന വില 1 2 3 4 5 6 ആണ്. y എന്ന് പറയുന്ന വിലയും 1 2 3 4 5 6 ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ബുക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. x എന്ന് പറയുന്നതും 1 2 3 4 5 6, y എന്ന് പറയുന്നതും 1 2 3 4 5 6. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പുസ്തകത്തിനകത്ത് 1 2 3 4 6 എന്നേ ഉള്ളൂ, 5 ഇല്ല അതിനകത്ത്. അരം നമ്മൾ 1 2 3 4 5 6 എന്ന് പറയുന്നതാണ് എക്സ് വിലയും, 1 2 3 4 5 6 തന്നെയാണ് വൈ വിലയും. നമുക്ക് നോക്കാം മക്കളെ, ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എക്സ്. നമുക്ക് നോക്കാം റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എടുക്കാം റിലേഷൻ. എക്സും വൈയും 1 1 എടുത്താൽ 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 1 കണ്ടല്ലോ, 1 കൊണ്ട് 1നെ ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് 3യെ ഡിവൈഡ് ചെയ്യാം, 1 4 എടുക്കാം, 1 5 എടുക്കാം, 1 6 എടുക്കാം. 1 കൊണ്ട് 1 1, 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 കൊണ്ട് 2 എടുത്തു കഴിഞ്ഞാൽ 2നെ 1 കൊണ്ട്, 3യെ 1 കൊണ്ട്, 4നെ 5നെ 6നെ ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ 2 എന്ന് പറയുന്ന കേസ് എടുക്കുന്നു. 2 2 നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ 2 4 പറ്റൂ, ഈവൻ നമ്പറിനെ പറ്റത്തുള്ളൂ. 2 4. പിന്നെ നമുക്കെടുക്കാം 2 6. കണ്ടല്ലോ മക്കളെ. അടുത്ത നമ്മൾ എടുക്കുന്നത് 3 3, 3 കൊണ്ടെടുത്തു. പിന്നെ 3 കൊണ്ട് പറ്റുന്നതിനകത്ത് 6 മാത്രമേ ഉള്ളൂ, 3 6. അടുത്ത നമുക്ക് എന്തെടുക്കാം മക്കളെ? 4 കൊണ്ടെടുക്കാം, 4 4. അത് മാത്രമേ പറ്റത്തുള്ളൂ, ബാക്കിയൊന്നും പറ്റത്തില്ല. പിന്നെ പറ്റുന്നത് 5 5, പിന്നെ പറ്റുന്നത് 6 6. കണ്ടല്ലോ, എല്ലാ എലമെൻറ്റിനും 1 1, 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റും. 2 2, 2നെ 2 കൊണ്ട് ചെയ്യാം, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ആൻസർ കിട്ടും. അതിൽ അതും പറ്റും. 3 3, 1 ആണ് കിട്ടുന്ന ആൻസർ.
3 6 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. 4 4 പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. 5 5 പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. 6 6 പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അരം 6 എന്ന് പറയുന്നത് 1 1 1 2 1 3 1 4 1 5 1 6 2 2 2 4 2 6 3 3 3 6 4 4 5 5 6 6. ഇത് ഒന്നാമത്തെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത് റിഫ്ലക്സീവ് ആണോ. ഒന്നാമത്തെ എന്താണ് മക്കളെ? റിഫ്ലക്സീവ് ആണോ, റിഫ്ലക്സീവ് റിലേഷൻ ആണോ. റിഫ്ലക്സീവ് റിലേഷൻ ആണെങ്കിൽ ദാണ്ട 1 എടുത്താൽ 1 1 ഉണ്ടാകണം, ഉണ്ട്. 2 എടുത്താൽ 2 2 ഉണ്ടാകണം. 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, 6 6 ഉണ്ട്. എല്ലാ എലമെൻറ്റിൻ്റെയും റിഫ്ലക്സീവ് ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് റിഫ്ലക്സീവ് നോക്കാം. 1 1 2 2 എക്സെട്ര 6 6 ബിലോങ്സ് ടു ആർ. കണ്ടല്ലോ, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, എക്സെട്ര 6 6ഉം നമ്മുടെ ചോദ്യത്തിനകത്തുണ്ട്. ദെയർഫോർ നമ്മുടെ ആൻസറിനകത്ത് കിടപ്പുണ്ട്. ദെയർഫോർ ആർ ഈസ് എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ. അതുകൊണ്ട് ആർ എന്താണ്? റിഫ്ലക്സീവ് ആണെന്ന് പറയാം. കണ്ടല്ലോ. രണ്ടാമത്തെ കേസ് നിങ്ങൾ താഴോട്ടാണ് എഴുതേണ്ടത്. നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഇങ്ങോട്ട് എഴുതുന്നു. സിമ്മട്രിക്. കണ്ടല്ലോ, രണ്ടാമത്തെ എന്താണ്? സിമ്മട്രിക് റിലേഷൻ. നമുക്ക് നോക്കാം. സിമ്മട്രിക് റിലേഷൻ എടുക്കുന്നു. ഇതിനകത്ത് ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കും മക്കളെ. 1 2 ബിലോങ്സ് ടു ആർ. 1 2 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനകത്തുണ്ട്. 1 2 ബിലോങ്സ് ടു ആർ. ബട്ട് 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. 2 1 എവിടെ ഇല്ല മക്കളെ? 1 2 ആറിലുണ്ട്. പക്ഷെ തിരിച്ച് 2 1 എന്ന് പറയുന്നതാണ്ട് ഈ പ്രദേശത്തെങ്ങും ഈ ഭാഗത്തെങ്ങും കിടപ്പില്ല. 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് 2 1 അതിനകത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം 2 1ഉം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ആർ എന്തല്ല? സിമ്മട്രിക് അല്ല എന്ന് നമുക്ക് പറയാം. കണ്ടല്ലോ, സിമ്മട്രിക് റിലേഷൻ പറയുന്നത് എങ്ങനെ? ഇഷ്ടമുള്ള എടുക്കാം. 1 2 ബിലോങ്സ് ടു ആർ. 1 2 ഞാൻ എടുത്തു. 1 2 ബിലോങ്സ് ടു ആർ. റിലേഷനകത്ത് 1 2 ഉണ്ട്. പക്ഷേ 2 1 ആ റിലേഷനകത്തില്ല. 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. 1 3 എടുത്താലും ഇല്ല. 2 4 എടുത്താൽ 2 4 എടുത്തു, അതിൻ്റെ 4 2 ഇല്ല. 2 6 എടുത്തു, അതിൻ്റെ 6 2 ഇല്ല. അതിന് 3 6 എടുത്തു, അതിൻ്റെ 6 3 ഇല്ല. അതിന് നമുക്ക് പറയാം ഇതെന്തല്ലെന്ന് പറയാം? സിമ്മട്രിക് അല്ല എന്ന് നമുക്ക് പറയാം. അതിനും ഒരു കേസ് നമ്മൾ പറഞ്ഞു റിഫ്ലക്സീവ് ആണ്, പക്ഷേ എന്തല്ല? സിമ്മട്രിക് അല്ല. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഇതിൻ്റെ മൂന്നാമത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നോക്കേണ്ടത്. ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ? ട്രാൻസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം 1 ഇഷ്ടമുള്ള എടുക്കാം മക്കളെ. ഇഷ്ടമുള്ള ഒരു എലമെന്റ് നമുക്ക് എടുക്കാം. 1 2 ബിലോങ്സ് ടു ആർ. താണ്ടെ 1 2 എന്ന് പറയുന്ന ഞാൻ എടുത്തു. 1 2 ബിലോങ്സ് ടു ആർ. 1 2 റിലേഷനകത്തുണ്ട്. അല്ലെ 1 3 ബിലോങ്സ് ടു ആർ. അല്ലെങ്കിൽ 1 4 ബിലോങ്സ് ടു ആർ. കണ്ടല്ലോ, ഏത് എലമെൻറ്റ് വേണമെങ്കിലും 1 5 ബിലോങ്സ് ടു ആർ. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിൽ നോക്കിയേ 1 2 ബിലോങ്സ് ടു ആർ. ആൻഡ് ഇനി ആ 2 വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിനകത്ത് കിടക്കുന്ന 2 വെച്ച് ഒരു എലമെൻറ്റ് എടുക്കാൻ എന്നാണ്ട് 2 4 ബിലോങ്സ് ടു ആർ. 2 2 വേണമെങ്കിലും എടുക്കാം. കേട്ടല്ലോ, 1 2 ബിലോങ്സ് ടു ആർ. 2 4 ബിലോങ്സ് ടു ആർ. 1 2 ദാണ്ട കിടക്കുന്നു, 2 4 ദാണ്ട കിടക്കുന്നു. ഇനി നമുക്ക് പറയേണ്ടത് ഇംപ്ലൈസ് എ ഈസ് ടു ബി, ബി ഈസ് ടു സി. എങ്കിൽ എ ഈസ് ടു സി കിട്ടണം. 1 4 ബിലോങ്സ് ടു ആർ ആണോ എന്ന് നോക്കുക. 1 4 ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? ദാണ്ട കിടക്കുന്നു, ബിലോങ്സ് ടു ആർ ആണ്. ദെയർഫോർ ആർ ഈസ് എന്തെന്ന് വിളിക്കാം മക്കളെ? ട്രാൻസിറ്റീവ്. ആർ അതുകൊണ്ട് എന്താണെന്ന് വിളിക്കാം? ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. ഇനി 1 2 പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്ട് 1 3 ബിലോങ്സ് ടു ആർ. 3 വെച്ചോണ്ട് ഇഷ്ടമുള്ള ഒന്ന് എടുക്കാം മക്കളെ. 3 6 ബിലോങ്സ് ടു ആർ.
എങ്കിൽ 1/6 ദാണ്ട കിടക്കുന്നു റിഫ്ലക്സീവ് എന്തുവാ നമ്മുടെ റിലേഷനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം അതെന്തൊരു റിലേഷൻ ആണെന്ന്, ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. കാരണം 1/2 belongs to R, 2/4 belongs to R. Implies that 1/4 belongs to R, therefore R is ട്രാൻസിറ്റീവ് റിലേഷൻ. കാരണം R റിഫ്ലക്സീവ് ആണ്, നോട്ട് സിമ്മട്രിക് ആണ്. അതുപോലെ തന്നെ അത് എന്താണ്, R ട്രാൻസിറ്റീവ് ആണ്, സിമ്മട്രിക് അല്ല, റിഫ്ലക്സീവും ട്രാൻസിറ്റീവുമാണ് എന്ന് നമുക്ക് പറയാം. അടുത്തത്, ഷോ ദാറ്റ് ദ റിലേഷൻ R in set, show that the relation R in set R in set 1, 2, 3 given by R equal to set ordered pair 1, 2 ordered pair 2, 1 set close ചെയ്തിട്ട് is symmetric but neither reflexive nor transitive, is symmetric neither reflexive nor transitive. സിമ്മട്രിക് ആണ്, പക്ഷേ റിഫ്ലക്സീവുമല്ല ട്രാൻസിറ്റീവുമല്ല എന്ന് നമുക്ക് പറയണം. അവർ ആ റിലേഷൻ ഇങ്ങ് തന്നിട്ടുണ്ട്. ദാണ്ട മക്കളെ R ഈക്വൽ ടു, നമ്മൾ ആൻസർ എഴുതുന്നു, R ഈക്വൽ ടു ആ റിലേഷൻ അവരിങ്ങ് തന്നിട്ടുണ്ട്. R ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1, 2 ഓർഡേർഡ് പെയർ 2, 1 അവർ ആൻസർ തന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നടക്കണ്ട. എന്നിട്ട് ഒന്നാമത്തെ നമുക്ക് നോക്കേണ്ടത് റിഫ്ലക്സീവ് ആണോ, റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ് ആകണമെങ്കിൽ 1, 2, 3 ആണ് എലമെൻറ്റ്. 1, 1 ഉണ്ടായിരിക്കണം, 2, 2 ഉണ്ടായിരിക്കണം, 3, 3 ഉണ്ടായിരിക്കണം. ഇതാരും ഇതിനകത്തില്ല. ഉണ്ടോ? അതിന് നമുക്ക് പറയാം 1, 1 നോട്ട് ബിലോങ്സ് ടു R. അല്ലെ നിങ്ങൾ എഴുതണം 1, 1, 2, 2, 3, 3 നോട്ട് ബിലോങ്സ് ടു R. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് എഴുതിയാൽ മതി. 1, 1 നോട്ട് ബിലോങ്സ് ടു R, ദെയർഫോർ അതുകൊണ്ട് R ഈസ് നോട്ട് റിഫ്ലക്സീവ്. കണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് സ്പീഡിൽ എഴുതി തീർക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്താണെന്നുള്ളത്. കാരണം R എന്തുവല്ല, റിഫ്ലക്സീവ് അല്ല. രണ്ടാമത്തെ കേസിൽ നമുക്ക് പറയാം സിമ്മട്രിക് റിലേഷൻ അകത്തേക്ക് വരിക. 1, 2 belongs to R implies that 2, 1 belongs to R. 1, 2 belongs to R ദാണ്ട കിടക്കുന്നത്, 2, 1 belongs to R അതും റിലേഷനകത്ത് കിടപ്പുണ്ട്. ദെയർഫോർ അതുകൊണ്ട് നമുക്ക് വിളിക്കാം R ഈസ് എന്താണ്, സിമ്മട്രിക് ആണ് എന്ന് നമുക്ക് പറയാം. R ഈസ് സിമ്മട്രിക്. 1, 2 belongs to R, 2, 1 belongs to R, therefore R is symmetric. ഇനി നമുക്ക് മൂന്നാമത്തെ കേസിലേക്ക് പോകാം, ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ 1, 2 എടുത്തു കഴിഞ്ഞാൽ 2, 1 നമുക്ക് പറയാം. അതിന് നമുക്ക് നോക്കിയേ, 1, 2 belongs to R. 1, 2 ഉണ്ട്, റിലേഷനകത്തുണ്ട്. ഇനി 2 വെച്ചുകൊണ്ട് നമുക്ക് പറയാം ആൻഡ് 2, 1 belongs to R. AB belongs to R, B 2 ആണ്, BC belongs to R അതും നമ്മുടെ ചോദ്യത്തിനകത്തുണ്ട്. പക്ഷേ ബട്ട് 1, 1 നോട്ട് ബിലോങ്സ് ടു എന്താണ്, R. 1, 1 നമ്മുടെ ചോദ്യത്തിനകത്തുണ്ടോ? AB belongs to R, BC belongs to R എങ്കിൽ 1, 1 A1 C1 1, 1 നമ്മുടെ ആൻസറിനകത്തില്ല. ദെയർഫോർ അതുകൊണ്ട് നമുക്ക് പറയാം R ഈസ് നോട്ട് എന്താണ്, ട്രാൻസിറ്റീവ്. അതുകൊണ്ട് R എന്തല്ലെന്ന് വിളിക്കാം, ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാം. കണ്ടല്ലോ എന്തുവാണ് പറഞ്ഞേക്കുന്നത് നോക്കിയേ. R എന്ന് പറയുന്നത് സിമ്മട്രിക് ആണ്. R സിമ്മട്രിക് ആണെന്ന് വെച്ചാൽ 1, 2 belongs to R ഇംപ്ലൈസ് 2, 1 അത് ചോദ്യത്തിനകത്തുണ്ട്. അവർ പറയുന്നുണ്ട് സിമ്മട്രിക് ആണ് ആൻസർ. ഓക്കെ, സിമ്മട്രിക് ആണ്. റിഫ്ലക്സീവ് അല്ലാത്തതിന് കാരണം 1 എടുത്താൽ 1, 1 ഇതിനകത്തില്ല.
അതുകൊണ്ട് അത് റിഫ്ലക്സീവ് അല്ല. അല്ലെ 2 എടുത്തു കഴിഞ്ഞാൽ 2 ഇതിനകത്തില്ല, അതുകൊണ്ട് അത് റിഫ്ലക്സീവ് അല്ല. അല്ല 3 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്താൽ 3 ഇതിനകത്തില്ല, അതുകൊണ്ട് റിഫ്ലക്സീവ് അല്ല. ട്രാൻസിറ്റീവിൻ്റെ കേസും അപ്പോൾ 1 2 ഉണ്ട്, എ ബി, ബിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബി സി ഉണ്ട്. അരെ എ ബിയും ഉണ്ട് ബി സി ഉണ്ട്, പക്ഷേ എ സി 1 1 ഇതിനകത്തില്ല, അതുകൊണ്ട് ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അതുകൊണ്ട് ആർ എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അത് നല്ല രീതിയിൽ പഠിക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ സെറ്റ് എ, സെറ്റ് എ of all the books in a library of a college given by R equal to set ordered pair x y such that x and y have same number of pages. X and y have same number of pages is an equivalence relation. ഇതെന്താണ്? Is an equivalence relation. Show that the relation R in set A of all the books in a library. ഒരു ലൈബ്രറിയിൽ all the books in a library of a college, ഒരു കോളേജിലെ ലൈബ്രറിയിലിരിക്കുന്ന ബുക്സുകളുടെ സെറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. അട്ടരാവിൻ്റെ റിലേഷൻ പറയുന്നുണ്ട് ആർ ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. എക്സും വൈയും എന്ന് പറയുന്ന 2 പുസ്തകമെടുത്താൽ ആ 2 പുസ്തകത്തിലും സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കണം. അത് റിഫ്ലക്സീവ് ആണോ ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവർ 3 പേരും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അതെന്താകത്തുള്ളൂ, ഇക്വിവലൻസ്. നമ്മൾ എടുത്ത് പറഞ്ഞേക്കുന്ന ഇക്വിവലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഒന്നാമത്തത് റിഫ്ലക്സീവ് ആണ്. ഒന്നാമത്തെ എന്താണ്? റിഫ്ലക്സീവ് ആണ് നമുക്ക് പറയേണ്ടത്. റിഫ്ലക്സീവ് ഒന്നാമത്തെ റിലേഷൻ്റെ പേരെന്തുവാ? റിഫ്ലക്സീവ്. അത് ഞാൻ എക്സ് എന്ന് പറയുന്ന പുസ്തകം എടുത്തു. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ മാത്തമാറ്റിക്സിൻ്റെ പുസ്തകമാണെന്നിരിക്കട്ടെ എക്സ്. അത് ആ മാത്തമാറ്റിക്സിൻ്റെ ബുക്കിൽ ഒരു 300 പേജ് ഉണ്ടെന്നിരിക്കട്ടെ. എങ്കിൽ എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ 2ഉം മാത്തമാറ്റിക്സിൻ്റെ പുസ്തകമാണ്. 2ലും ഒരേ പേജ് തന്നെ ആയിരിക്കത്തില്ലേ മക്കളെ? ആണ്. എക്സ് എക്സ് അത് 2ലും ഒരേ പേജാണ്. അതുകൊണ്ട് നമുക്ക് പറയാം അതെന്താണെന്ന്, സെയിം നമ്പർ ഓഫ് പേജസ് ആണെന്ന് നമുക്ക് പറയാം. അതാണ് റിഫ്ലക്സീവ് റിലേഷൻ പറയുന്നത്. മക്കളുമാർ താഴോട്ട് എഴുതേണ്ട, നമുക്ക് ഇവിടെ നിൽക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു. റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ. കോമ ഇട്ടിട്ട് നമുക്ക് എഴുതാം എക്സ് ആൻഡ് എക്സ് ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. ഓർഡേർഡ് പെയർ എക്സ് എക്സ്, എക്സ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ എടുത്താൽ ആ എക്സ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ 2 എണ്ണം എടുത്താൽ ആ 2ലും ഒരേ നമ്പർ ഓഫ് പേജസ് ആയിരിക്കും. എക്സ് ആൻഡ് എക്സ് ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. കണ്ടല്ലോ, എക്സ് എന്ന് പറയുന്ന പുസ്തകം എടുത്താൽ 2ലും സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കും. ദെയർഫോർ അതുകൊണ്ട് നമുക്ക് പറയാം ആർ ഈസ് എന്തെന്ന്, റിഫ്ലക്സീവ്. ദെയർഫോർ ആർ ഈസ് റിഫ്ലക്സീവ് റിലേഷൻ. അതുകൊണ്ട് ആറ് റിഫ്ലക്സീവ് ആണെന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം നമുക്ക് ഒന്നും നോക്കണ്ട, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എക്സ് വൈ, എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് സിമ്മട്രിക് റിലേഷൻ ആണ്. സിമ്മട്രിക് റിലേഷൻ എന്ന് പറയുന്നത് താഴോട്ട് എഴുതിക്കോണം, സ്ഥലം നമുക്കിവിടെ മുഴുക്കാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നതാണ്. അതിൽ നമുക്ക് വിളിക്കാം എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. കണ്ടല്ലോ, എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. അതിൽ നമുക്ക് പറയാം എക്സ് ആൻഡ് വൈ ഹാവ്
സെയിം നമ്പർ ഓഫ് പേജസ്. എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സ് ഈക്വൽ ടു വൈ എന്നല്ലേ മക്കളെ? എക്സിലും വൈയിലും ഒരേ നമ്പർ ഓഫ് പേജസ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ എന്നല്ലേ? എങ്കിൽ നമുക്ക് വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതി കൂടെ? വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാമല്ലോ. എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. അതുപോലെ നമുക്ക് തിരിച്ചും പറയാം മക്കളെ, വൈയും എക്സിലും ഒരേ നമ്പർ ഓഫ് പേജസ് അല്ലേ? അതിൽ നമുക്ക് ഇംപ്ലൈസ് ഇട്ടിട്ട് എഴുതാം. ഇംപ്ലൈസ് ഇട്ടിട്ട് വൈ ആൻഡ് എക്സ് ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. ഇംപ്ലൈസ് ഇട്ടിട്ട് നമുക്ക് എഴുതാം ഓർഡേർഡ് പെയർ വൈ എക്സ് ബിലോങ്സ് ടു ആർ, ദെയർഫോർ ആർ ഈസ് എന്തെന്ന്? സിമ്മട്രിക് എന്ന് നമുക്ക് വിളിക്കാം. അതുകൊണ്ട് ആർ എന്താണ്? സിമ്മട്രിക് ആണ്. എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. എന്നിട്ട് നമ്മൾ സിമ്മട്രിക് പറയുമ്പോൾ വൈ ആൻഡ് എക്സ് പറയണം, വൈ കോമ എക്സ് പറയണം. അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. വൈ ആൻഡ് എക്സ് ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്, ദെയർഫോർ ഓർഡേർഡ് പെയർ വൈ എക്സ് ബിലോങ്സ് ടു ആർ, ദാറ്റ് ഈസ് ആർ ഈസ് എന്തെന്ന്? സിമ്മട്രിക്. ആർ എന്തായി? സിമ്മട്രിക് ആയി. മൂന്നാമത്തെ റിലേഷൻ്റെ പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. മൂന്നാമത്തെ റിലേഷൻ്റെ പേരെന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ. അത് നമുക്ക് പറയാം എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. കോമ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മൂന്നാമതൊരം ഈ പുസ്തകം എടുക്കുന്നു വൈ കോമ ഇസഡ് ബിലോങ്സ് ടു ആർ. എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. എക്സ് വൈ എന്ന് പറയുന്നത് ഷെൽഫിനകത്തിരിക്കുന്ന നമ്മുടെ ലൈബ്രറി ഷെൽഫിലിരിക്കുന്ന പുസ്തകമാണ് എക്സും വൈയും. അത് ഒരേ നമ്പർ ഓഫ് പേജസ് ആണെന്ന് പറഞ്ഞു. ഈ വൈക്ക് സെയിം നമ്പർ ഓഫ് പേജ് വരുന്ന ഒരു പുസ്തകം നമ്മൾ ഷെൽഫിനകത്തു നിന്ന് എടുത്തു, അതിനെ ഇസഡ് എന്ന് വിളിച്ചു, അരം വൈ ഇസഡ് ബിലോങ്സ് ടു ആർ എന്ന് വിളിച്ചു. അരം നമുക്ക് പറയാം, ഇങ്ങനെ പറയാം, എക്സ് ആൻഡ് വൈ കോമ വൈ ആൻഡ് എക്സ് ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. കണ്ടല്ലോ, എക്സ് ആൻഡ് വൈയിലും വൈ ആൻഡ് ഇസഡിലും എക്സ് ആൻഡ് വൈ ആൻഡ് ഇസഡ് ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. അതായത് മക്കളെ, എക്സ് ഈക്വൽ ടു വൈയും വൈ ഈക്വൽ ടു ഇസഡും ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇസഡ് എന്ന് നമുക്ക് പറയണ്ടേ? ആ എക്സ് ഈക്വൽ ടു ഇസഡ്, എക്സിനകത്ത് 100 പേജ്, വൈക്ക് 100. ഇത് രണ്ടും 100 പേജ് ആണെങ്കിൽ എക്സും ഇസഡും എന്താണ്? സെയിം ആണ്. ഈ കണ്ടീഷൻ വെച്ച് എക്സും വൈയും എന്താണ് മക്കളെ? സെയിം ആണ്. എക്സ് ആൻഡ് വൈ സെയിം നമ്പർ ഓഫ് പേജസ് ആണ്, വൈ ആൻഡ് ഇസഡും സെയിം നമ്പർ ഓഫ് പേജസ് ആണ്. എങ്കിൽ എക്സും ഇസഡും എന്തായിരിക്കും? സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കും. അന്നേരം നമുക്ക് ഇംപ്ലൈസ് ഇട്ടിട്ട് പറയാം എക്സ് ആൻഡ് ഇസഡ് ഹാവ്, എക്സിലും ഇസഡിലും എക്സ് ആൻഡ് ഇസഡ് ഹാവ് സെയിം നമ്പർ ഓഫ്, എക്സിലും ഇസഡിലും സെയിം നമ്പർ ഓഫ് പേജസ് ആണെന്ന് പറയാം. ഇംപ്ലൈസ് ഇട്ടിട്ട് നമുക്ക് പറയാം എക്സ് കോമ ഇസഡ് ബിലോങ്സ് ടു ആർ, ദെയർഫോർ ആർ ഈസ് എന്തെന്ന് വിളിക്കാം? ട്രാൻസിറ്റീവ്. കണ്ടല്ലോ, ആർ ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ നമുക്ക് തെളിയിക്കേണ്ടത് ഇക്വലൻസ് ആണെന്ന് പറയാം. അത് നമുക്ക് പറയാം ദെയർഫോർ ആർ ഈസ് ഇക്വലൻസ് ഇഫ് ആർ ഈസ് റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അന്നേരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം, ഇഫ് ആർ ഈസ് റിഫ്ലെക്സീവ് കോമ സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്, therefore R is an equivalence relation. അതുകൊണ്ട് R എന്തൊരു റിലേഷൻ ആയിരിക്കും മക്കളെ? ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. R is symmetric, reflexive, symmetric and transitive. അതുകൊണ്ട് R is an equivalence relation. 3 പേരും എക്സിസ്റ്റ് ചെയ്യുന്നു, 3 പേരും കറക്റ്റ് ആയതുകൊണ്ട് R എന്താണെന്ന് പറയാം? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയാം. കണ്ടല്ലോ അരം, ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇതും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ പെടുന്നതാണ്. എഴുതിയെടുക്കുക. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ സെറ്റ്, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈക്വൽ ടു, നിങ്ങളിത് റിലേഷൻ എഴുതിക്കോണം കേട്ടോ. ആർ ഇൻ, ഞാൻ വായിച്ചിട്ടാണ് പറയുന്നത്, എഴുതുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആർ ഇൻ റിലേഷൻ
ആർ ഇൻ സെറ്റ് എ എന്ന് പറയുന്ന റിലേഷൻ 1 2 3 4 5 1 2 3 4 5 given by R equal to set ordered pair AB such that modulus A minus B മോഡുലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. മോഡുലസ് A minus B ഈസ് ഈവൻ. അത് സെറ്റ് ക്ലോസ് ചെയ്തിട്ട് അവർ പറയുന്നു R ഈസ് ആൻ ഇക്വിവലൻസ് റിലേഷൻ. എന്താണ്? R ഈസ് ആൻ ഇക്വിവലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തുവാ പറഞ്ഞേക്കുന്നത്? ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ സെറ്റ് എ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1 2 3 4 5. ഗിവൺ ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് എ മൈനസ് ബി ഈസ് ഈവൻ. വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഇങ്ങനെയും കൂടെ പറയും, എ കോമ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇങ്ങനെ ഇനി പറഞ്ഞാൽ ഞാനത് എഴുതിയിട്ടില്ല പറഞ്ഞിട്ട് നിങ്ങളത് കുളവാക്കി കളയരുത്. എ കോമ ബി ബിലോങ്സ് ടു എ. എയും ബിയും എവിടെ തന്നെ ഉണ്ടായിരിക്കണം? എയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഈസ് ആൻ ഇക്വിവലൻസ് റിലേഷൻ. ഇതെന്താണെന്ന് പറയണം? ഇക്വിവലൻസ് റിലേഷൻ ആണെന്ന് പറയണം. വളരെ സിമ്പിളാണ്. നോക്കിയേ, എ മൈനസ് ബി ഈസ് ഈവൻ. എ മൈനസ് ബി മോഡുലസിനകത്തായതുകൊണ്ട് അത് പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് തന്നെ ആയിരിക്കും ആൻസർ. എ മൈനസ് ബി പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ. അത് നമുക്ക് നോക്കാം. ആർ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് അങ്ങോട്ട് എടുത്തെഴുതാം. ആർ ഈക്വൽ ടു സെറ്റ് മക്കളെ 1 1 1 മൈനസ് 1 0 1. എ എന്ന് പറയുന്നതും 1, ബി എന്ന് പറയുന്നതും 1 1 1 എ മൈനസ് ബി 1 മൈനസ് 1 0. അതുപോലെ തന്നെ 1 2 എടുത്ത് ഈവൻ നമ്പർ കിട്ടണം. 1 2 എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും, ഓടാണ്. 1 3 കണ്ടല്ലോ, 1 3 കറക്റ്റാണ്. 1 3 കിട്ടും. 1 4 കിട്ടത്തില്ല. 1 5. അടുത്ത 2 എടുക്കാമെങ്കിൽ 2 2 2 1 കിട്ടത്തില്ല. 2 3 കിട്ടത്തില്ല. 2 4 കണ്ടല്ലോ, 2 കിട്ടി. 2 5 3 ആയിപ്പോവും. അതുപോലെ തന്നെ നമുക്ക് 3 3 കണ്ടല്ലോ, അല്ലെ 3 എടുത്താൽ 3 1 2 കിട്ടും. 3 2 കിട്ടത്തില്ല. 3 3 അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 5 ഈവൻ കിട്ടും. കുറയ്ക്കുമ്പോൾ ഈവൻ നമ്പർ കിട്ടണം കേട്ടെ. അടുത്തത് 4 2 ഈവൻ നമ്പറാണ്. 4 4 ഈവൻ നമ്പറാണ്. അടുത്തത് 5 1 ഈവൻ ആണ്. 5 3 ഈവൻ ആണ്. 5 5 ഈവൻ ആണ്. കണ്ടല്ലോ, 1 1 ഈവൻ ആണ് നമുക്ക് കിട്ടി. 1 3 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. 1 5 2 കിട്ടും, 4 കിട്ടും. 2 2 0 കിട്ടും. 2 4 കിട്ടി. 2 3 1 കിട്ടി. 2 കിട്ടി. 3 3 0 3 5 2 4 2 എന്ന് പറയുമ്പോൾ 2 4 4 0. അതുപോലെ തന്നെ 5 1 4 5 2 5 3 2 5 5 0. ഇതെല്ലാം എന്താണ്? ഈവനാണ്. ഒന്നാമത്തെ കേസ് നമുക്ക് പറയേണ്ടത് റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് പറയുമ്പോൾ 1 1 2 2 എക്സെട്ര 5 5 ബിലോങ്സ് ടു ആർ. ദാണ്ട 1 1 ദാണ്ട 2 2 3 3 4 4 5 5. ഇവരെല്ലാം നമ്മുടെ ചോദ്യത്തിനകത്ത് കിടക്കുന്നവരുടെ എല്ലാവരുടെയും റിഫ്ലക്സീവ് നമ്മുടെ ആൻസറിനകത്ത് കിടപ്പുണ്ട്. അത് 1 1 ബിലോങ്സ് ടു ആർ, 2 2 ബിലോങ്സ് ടു ആർ, 5 5 3 3 ബിലോങ്സ് ടു ആർ എക്സെട്ര 5 5 ബിലോങ്സ് ടു ആർ. ദെയർഫോർ അതുകൊണ്ട് നമുക്ക് പറയാം ആർ ഈസ് എന്തെന്ന്? റിഫ്ലക്സീവ് എന്ന് നമുക്ക് പറയാം. ആർ ഈസ് റിഫ്ലക്സീവ്. രണ്ടാമത്തെ ചോദ്യം. ഇതിനകത്ത് ഇഷ്ടമുള്ള നിങ്ങൾ എടുത്തോ മക്കളെ. 5 രണ്ടാമത്തെന്ന് പറയുന്ന സിമ്മട്രിക് റിലേഷനാണ്. സിമ്മട്രിക് റിലേഷൻ. അതാണ്ട് ഞാൻ എടുക്കുന്നു, ഇഷ്ടമുള്ള എടുക്കാൻ നമുക്ക് 1 3 ബിലോങ്സ് ടു ആർ. 1 3 ഞാൻ എടുത്തു. അതിൻ്റെ റിവേഴ്സ് ഇതാണ്ട് ഇംപ്ലൈസ് 3 1 ബിലോങ്സ് ടു ആർ. 1 3 ബിലോങ്സ് ടു ആർ. അതാണ്ട് 1 3 നമ്മുടെ റിലേഷനകത്തുണ്ട്. 1 3 ബിലോങ്സ് ടു ആർ വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. മോഡുലസ് 1 മൈനസ് 3 ഈസ് ഈവൻ. എങ്കിൽ ഇവിടെ എഴുതണം മോഡുലസ് 3 മൈനസ് 1 ഈസ് ഈവൻ ഇംപ്ലൈസ്
3,1 ബിലോങ്സ് ടു ആർ. കണ്ടല്ലോ, ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഡെഫിനിഷൻ രീതിയിൽ തന്നെ അങ്ങ് എഴുതാം. ആരെന്നൊക്കെ 1,3 ബിലോങ്സ് ടു ആർ. ദാണ്ട് കിടക്കുന്നു 1,3. അതിൻ്റെ സിമ്മട്രിക് ആയിട്ടുള്ള 3,1 ദാണ്ട് നമ്മുടെ ഇക്വേഷനകത്ത് തന്നെ റിലേഷനകത്ത് തന്നെ കിടപ്പുണ്ട്. ദെയർഫോർ 3,1 ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് നമുക്ക് പറയാം ആർ ഈസ് എന്തെന്ന് സിമ്മട്രിക്. ആർ ഈസ് സിമ്മട്രിക്. ആർ എന്താണ്? സിമ്മട്രിക് ആണെന്ന് പറയാം. മൂന്നാമത് നമുക്ക് പഠിക്കേണ്ടത് ട്രാൻസിറ്റീവാണ്. ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ എടുക്കുന്നു 1,3 ബിലോങ്സ് ടു ആർ. 1,3 ബിലോങ്സ് ടു ആർ, കോമ 3,5 ബിലോങ്സ് ടു ആർ. 1,3 ബിലോങ്സ് ടു ആർ, 3,5 ബിലോങ്സ് ടു ആർ. അത് നമുക്ക് വേണമെങ്കിൽ കോമ ഇട്ടിട്ട് പറയാം. മോഡുലസ് 1 - 3 ആൻഡ് മോഡുലസ് 3 - 5 ആർ ഈവൻ. അവർ രണ്ടുപേരും എന്താണ്? ഈവനാണ്. 1 - 3 -2 പുറത്ത് വരുമ്പോൾ 2, 3 - 5 -2 അത് പുറത്ത് വരുമ്പോഴും 2 ഈവനാണ്. 1 - 3 -2 പുറത്ത് വരുമ്പോൾ 2 ഈവനാണ്. അതുപോലെ തന്നെ 3 - 5 അതും -2 പുറത്ത് വരുമ്പോൾ 2, രണ്ടുപേരും ഈവനാണ്. ദെയർഫോർ അതെന്താണ്? ഈവനാണെന്ന് പറയാം. ഇംപ്ലൈസ് ദാറ്റ് 1, 3യും 3, 5ഉം ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? 1, 5 ഉണ്ടായിരിക്കണം. അതായത് 1 - 5 1, 5 നോക്കിയാൽ ഇങ്ങോട്ട് വരുമ്പോൾ ദാണ്ട് കിടക്കുന്നു 1, 5 കണ്ടല്ലോ. 1 - 5 ഈസ് എന്തായിരിക്കും മക്കളെ? ഈവൻ ആയിരിക്കും. ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ 1, 5 ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഈസ് എന്തെന്ന് വിളിക്കാം? ട്രാൻസിറ്റീവ്. ആർ എന്താണെന്ന് വിളിക്കാം? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ആരാം? ആറ് റിഫ്ലക്സീവായി, ആറ് സിമ്മട്രിക്കായി, ആർ എന്തായി? ട്രാൻസിറ്റീവുമായി. അതിന് താഴെ നിങ്ങൾ എഴുതണം ദെയർഫോർ ആർ ഈസ് റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ദെയർഫോർ ആർ ഈസ് ആൻ ഇക്വിവലൻസ് റിലേഷൻ. അതുകൊണ്ട് ആർ എന്താണ്? ഇക്വിവലൻസ് റിലേഷൻ ആണ് എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്ത് നിർത്തണം. കണ്ടല്ലോ, അതെന്താണ്? ആറ് റിഫ്ലക്സീവ് ആണോ നോക്കി റിഫ്ലക്സീവ് ആണ്, ആറ് സിമ്മട്രിക് ആണോ നോക്കി സിമ്മട്രിക് ആണ്, ആറ് ട്രാൻസിറ്റീവ് ആണോ നോക്കി ട്രാൻസിറ്റീവുമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ദെയർഫോർ ആർ ഈസ് റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ദെയർഫോർ ആർ ഈസ് ആൻ ഇക്വിവലൻസ് റിലേഷൻ. അത് നിങ്ങൾ കൺക്ലൂഡ് ചെയ്ത് നിർത്തണം. കണ്ടല്ലോ, എഴുതിയെടുക്കുക. താണ്ടെ അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. Show that the relation R in set A. Show that the relation R in set A equal to, നിങ്ങൾ ചോദ്യം എഴുതിക്കോണം. ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ അങ്ങ് എഴുതിക്കോളുക. Show that the relation R in set A, എഴുതിയെന്ന് വിശ്വസിക്കുന്നു, R in set A equal to സെറ്റ് X belongs to Z എന്ന് വെച്ചാൽ ഇൻറ്റിജേഴ്സ് ആണ്. such that 0 less than or equal to x less than or equal to 12 given by R equal to set ordered pair AB such that modulus A minus B is a multiple of 4. ഇതാണ് ചോദ്യം. 4ൻ്റെ മൾട്ടിപ്പിളിനകത്ത് 0 മൾട്ടിപ്പിൾ ആയിട്ട് വരും. കാരണം 0 × 4 = 0. അത് നമുക്ക് ആദ്യം നമുക്ക് റിലേഷൻ അങ്ങോട്ട് എടുത്തെഴുതാം. R എടുത്തെഴുതുന്നു. R ഈക്വൽ ടു സെറ്റ് 0 0 1 1 0 0 എടുക്കാം. അതുപോലെ 0 1. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 എക്സെട്ര 12 ഇവിടം വരെയാണ്. അതിന് 0 0 0 1 കണ്ടല്ലോ. അല്ല 0 0 0 1 വരത്തില്ല. 0 4 4 കിട്ടും. അടുത്ത് പിന്നെ വരുന്നത് 0 8, പിന്നെ വരുന്നത് 0 12. എല്ലാം ഇത് 12, ഇത് 8 കിട്ടും, ഇത് 4 കിട്ടും, ഇത് 0 കിട്ടും. ഇതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിളാണ്. 1 എടുത്താൽ 1 1
കണ്ടല്ലോ 1 1 എന്ന് പറയുന്ന 6ന്റെ മൾട്ടിപ്പിളാണ്. എന്തുവാ 0 എന്ന് കിട്ടും, അത് 4ന്റെ മൾട്ടിപ്പിളാണ്. അടുത്തത് 1 5 കണ്ടല്ലോ 1 5 4 കിട്ടും കുറയ്ക്കുമ്പോൾ. അടുത്തത് 1 9 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. പിന്നെ നമുക്ക് 12 113 എടുത്തെങ്കിലേ നമുക്ക് 12 കിട്ടത്തുള്ളൂ. കണ്ടല്ലോ 1 അത് നമുക്ക് ഇവിടം വരെ കിട്ടി. അടുത്ത നമുക്ക് 2 എടുക്കാം. 2 0 കിട്ടും. അടുത്തത് 2 6 4 കിട്ടും. അടുത്തത് 2 10 നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. കണ്ടല്ലോ 2 10 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 8 കിട്ടി. കണ്ടേ അത് ഇത്രയും തീർന്നു. ഇനി 2 12 എടുത്തു കഴിഞ്ഞാൽ 10 കാര്യം നടക്കൂല. അതുപോലെ തന്നെ 3 എടുക്കാം. 3 3 കണ്ടല്ലോ. അടുത്ത നമുക്ക് എടുക്കാം 3 7 കണ്ടല്ലോ 4 കിട്ടും. അടുത്ത നമുക്ക് എടുക്കാം 3 11 കണ്ടല്ലോ 8 നമുക്ക് കിട്ടും. അടുത്ത നമുക്ക് പറ്റത്തില്ല. അടുത്ത നമുക്ക് എടുക്കാം 4 എടുക്കാം 0 എടുക്കാം 4 അന്നേരം നമുക്ക് പറ്റും. 4 എടുക്കാം 0 4 8 എടുക്കാം 4 4 12 എടുക്കാം 8. ഇനി 5 1 എടുക്കാം 4 5 എടുക്കാം 0. അടുത്തത് 5 9 എടുക്കാം 9 4. പിന്നെ നമുക്ക് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. 8 കിട്ടണമെങ്കിൽ 13 പറ്റുന്നില്ല. ഇനി അടുത്ത് നമുക്ക് 6 എടുക്കാം. 6 2 എടുക്കാം 4. അടുത്തത് വരുമ്പോൾ 6 എടുക്കാം 0 ഇവിടെ 4 0. അടുത്തത് 6 10 എടുക്കാം. അടുത്ത നമുക്ക് പറ്റത്തില്ല. ഇനി അടുത്ത നമുക്ക് 7 എടുക്കാം. 7 3 കണ്ടല്ലോ 4 കിട്ടും. 7 നമുക്കെടുക്കാം 0 കിട്ടും. 7 11 നമുക്കെടുക്കാം 4 കിട്ടും. ബാക്കി നമുക്ക് 7 12 ഒന്നും നമുക്ക് നടക്കത്തില്ല. അടുത്ത നമുക്ക് 8 0 എടുക്കാം. ഇവിടെ വരുമ്പോൾ 4ൻ്റെ അടുത്തു 5ൻ്റെ അടുത്തൊരു 5 0 കൂടെ വരും. അല്ല 5 0 വരത്തില്ല. 8 0 എടുക്കാം. അടുത്തത് നമുക്ക് 4 കിട്ടണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരണമെങ്കിൽ 8 0 എടുത്തു. 8 4 എടുക്കാം. 8 എടുക്കാം. 8 12 എടുക്കാം. ഇനി 9ൻ്റെ എടുക്കാം. 9 1 എടുക്കാം. 9 5 എടുക്കാം. 9 എടുക്കാം. 10 2 എടുക്കാം. 10 2 8 കിട്ടും. 10 6 എടുക്കാം. 10 എടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് പോകും. അടുത്ത 11 3 എടുക്കാം. 11 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 4 പറ്റത്തില്ല. 11 5 പറ്റത്തില്ല. 11 6 പറ്റത്തില്ല. 11 7 7 4 11 11 7 എടുക്കാം. അടുത്തത് 11 എടുക്കാം. അടുത്തത് 12 0 എടുക്കാം. 12 4 എടുക്കാം. 12 8 എടുക്കാം. അടുത്തത് 12 എടുക്കാം. ഏകദേശം നമ്മളെല്ലാം എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 6 0 0 0 4 ഇങ്ങനെ നമ്മൾ അതിനകത്ത് മാക്സിമം നമ്മൾ എടുത്തെഴുതി. ഒന്നാമത്തത് റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കണം. എന്താ 0 0 എല്ലാ എലമെൻറ്റും ഉണ്ട്. 1 1 ഉണ്ട്. 2 2 3 3 12 12 വരെ ഉണ്ട്. അത് നമുക്കെടുക്കാം 0 0 1 1 എക്സെട്ര 12 12 ബിലോങ്സ് ടു R. Therefore R is reflexive. അതുകൊണ്ട് R എന്താണ് മക്കളെ? റിഫ്ലക്സീവ് ആണ്.
എളുപ്പം നമുക്ക് എഴുതി തീർക്കാൻ പറ്റും. രണ്ടാമത്തെ സെറ്റ് എടുക്കുക, രണ്ടാമത്തെ ഒരെണ്ണം എടുക്കുക മക്കളെ. 2 6 ബിലോങ്സ് ടു ആർ. ഇഷ്ടമുള്ള എടുക്കുക. ഇംപ്ലൈസ് 6 2 ബിലോങ്സ് ടു ആർ. 6 2 താണ്ട് ഇവിടെ നോക്കുക, താണ്ട 6 2 ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഈസ് എന്തെന്ന് വിളിക്കാം? സിമ്മട്രിക് എന്ന് വിളിക്കാം. അതുകൊണ്ട് ആർ എന്താണ്? സിമ്മട്രിക് റിലേഷൻ ആണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ നമുക്ക് ട്രാൻസിറ്റീവ് റിലേഷൻ എടുക്കാം. ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തോ മക്കളെ. 1 5 ബിലോങ്സ് ടു ആർ, കോമ 5മായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരെണ്ണം എടുത്തോ. 5 5 ബിലോങ്സ് ടു ആർ, അല്ലെങ്കിൽ 5 9 ബിലോങ്സ് ടു ആർ. ഇംപ്ലൈസ് കണ്ടല്ലോ, 5 9 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഇംപ്ലൈസ് 1 9 ബിലോങ്സ് ടു എന്തായിരിക്കണം? ആർ ആയിരിക്കണം. അല്ല നമുക്ക് പറയാം 1 9 ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഈസ് എന്താണ്? ട്രാൻസിറ്റീവ്. അതുകൊണ്ട് ആർ എന്താണെന്ന് വിളിക്കാം? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. 6 റിഫ്ലക്സീവായി, 6 സിമ്മട്രിക്കായി, 6 ട്രാൻസിറ്റീവായി. ദെയർഫോർ ആർ ഈസ് ആൻ ഇക്വിവലൻസ് റിലേഷൻ എന്ന് നമുക്ക് പറയാം. കണ്ടല്ലോ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചുകൊള്ളണം. അരം നല്ല വൃത്തിക്ക് പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എഴുതിയെടുക്കാം.